സോ ഹലോ ഗായ്സിലൊക്കെ നിഞ്ചാസ് ഗെയിമിൻ്റെ അടുത്തൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടർക്കും ഒരു ദിവസം നമ്മൾ വീണ്ടും വന്നേക്കാവുന്ന ഭയങ്കരത്തിൻ്റെ അടുത്തൊരു കിടിലൻ ന്യൂ എപ്പിസോഡ് ഗൈസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ന്യൂ സെർവറിലാണ്. ഈ സെർവറിൻ്റെ പേരാണ് സാത്താൻ എസ്എംബി. ഈ സെർവറിൻ്റെ ഓണർ ഞാൻ തന്നെയാണ്. യെസ് ഗൈസ്, ഓക്കെ, ഞാൻ തന്നെയാണ് ഗൈസ് നിഞ്ചാസ്. യെസ്, ഞാൻ തന്നെയാണ് നിഞ്ചാസാണ് ഈ സെർവറിൻ്റെ ഓണർ. ഓക്കെ, ഈ സെർവർ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടുള്ളൂ ഈസൊക്കെ. ഇക്കാര്യത്തിൽ ഈസ് എന്ന സെർവർ ഉണ്ടാക്കിയെന്ന് എനിക്കത് ഓർമ്മയില്ല കേട്ടോ. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ന്യൂ ഇയർ പ്രമാണിച്ച് തന്നെയാണ് ഈ സെർവർ ലോഞ്ച് ആയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ സെർവർ ഒരു പബ്ലിക് എസ്എംബി ആണ്. ആർക്കും വേണമെങ്കിലും ജോയിൻ ചെയ്ത് കളിക്കാൻ പറ്റും. പിന്നെ ഈ സെർവറിനകത്ത് റൂൾസ് അങ്ങനെയൊക്കെ ഉണ്ട് ഗീസൊക്കെ. നിങ്ങൾ ക്ലെയിംസ് ഉണ്ട് ഗീസ്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഗ്രീഫ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഗീസ്. ഓക്കെ, ക്ലെയിംസ് ഉണ്ട്. പിന്നെ സ്പോൺ പൊട്ടിക്കരുത്, റൂൾസാണ് കേസ്. സ്പോൺ അല്ലെങ്കിൽ പൊട്ടിക്കാൻ പറ്റത്തില്ല കേസ്. സ്പോൺ ഞാൻ ക്ലീൻ ചെയ്തിട്ടേക്കും. കാരണം സ്പോൺ ഏരിയയിലൊന്നും ബേസ് പാടില്ല കേസൊക്കെ. ഓക്കെ, അതൊക്കെ ഡിസ്കോഡ് ചാനൽ ഇട്ടിട്ടുണ്ട് കേസൊക്കെ. പിന്നെ ഈ സെർവർ കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സെർവറിൻ്റെ IP ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേസൊക്കെ. അത് നിങ്ങൾ IP എടുത്തിട്ട് നിങ്ങൾ സെർവർ ജോയിൻ ചെയ്ത് പബ്ലിക് എസ്എംബി ആണ് കേസ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പബ്ലിക് എസ്എംബി ആണ് കേസൊക്കെ. അപ്പം എല്ലാവരും കയറി വരിക. പിന്നെ നിങ്ങൾ മാക്സിമം സെർവറിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കുക ഗീസൊക്കെ. കാരണം എന്താ വെച്ചാൽ സെർവറിനകത്ത് പ്ലേയേഴ്സ് കുറവാണ് ഗീസൊക്കെ. കളിക്കാനായിട്ട് ആരും ഇല്ല ഗീസ്. അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഗീസൊക്കെ. എല്ലാവരും നിങ്ങൾ ജോയിൻ ചെയ്ത് വരിക ഗീസൊക്കെ. പിന്നെ ഇത്ര നിങ്ങൾ വീഡിയോ ഇടാതിരുന്നത് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗീസൊക്കെ. കാരണം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ഗീസ്. കാരണം ഈ സെർവറിൻ്റെ ഇതൊക്കെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ഗീസ്. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ റിലീസ് വരും ഗീസൊക്കെ. ഹാപ്പി ന്യൂ ഇയർ. യെസ്, അപ്പോൾ ഒന്ന് വീഡിയോ ഇട്ട് കിടക്കാം. പക്ഷേ പിന്നുണ്ടല്ലോ, ഈ സെർവർ ഇപ്പോൾ തൽക്കാലത്തേക്ക് ബെഡ്റോക്കിന് അവൈലബിൾ അല്ല കേട്ടോ. എന്ന് വെച്ചാൽ മൊബൈൽ പ്ലേസിലൊന്നും കയറാൻ പറ്റത്തില്ല. ജാവയ്ക്ക് മാത്രമേ ഉള്ളൂ ഗീസ് ഇപ്പോൾ അവൈലബിൾ. നിങ്ങൾക്ക് ബെഡ്റോക്ക് വിഷമമുണ്ട് ഗീസൊക്കെ. നിങ്ങൾ മൊബൈലിൽ എടുക്കാൻ പറ്റും ഗീസൊക്കെ. ജാവ എടുക്കാൻ പറ്റും ഗീസ് മൊബൈലിൽ. ഇപ്പം ഞാൻ തന്നെ മൊബൈലിലാണ് ഗീസ് ജാവ എടുത്ത് കളിക്കുന്നത്. മൊബൈലിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. മൊബൈലിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ബെഡ്റോക്കിൽ ഞാനൊരു കാര്യം സംഭവം ചെയ്യുന്നുണ്ട് ഗീസൊക്കെ. അപ്പം നിങ്ങൾക്ക് ബെഡ്റോക്ക് പ്ലേസിൽ കയറാൻ പറ്റും ഗീസൊക്കെ. ബെഡ്റോക്ക് പ്ലേസ് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് ഗീസൊക്കെ. അതിന് ബെഡ്റോക്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. പിന്നെ IP ഇപ്പോൾ തൽക്കാലത്തേക്ക് ജാവയ്ക്ക് ഉള്ളൂ ഗീസൊക്കെ. ജാവയുടെ IP ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ IP അടിച്ച് സെർവറിൽ കയറുക. പിന്നെ ഈ സെർവർ 24/7 ആണില്ല. ഈ സെർവർ പ്രത്യേകത ഉണ്ട്. ഈ സെർവർ നിങ്ങൾ കയറുമ്പോൾ തന്നെ ഈ സെർവർ ഓണാകും ഗീസ്. ഓക്കെ, അങ്ങനത്തെ ഒരു സെർവറാണ് ഗീസ് ഇത്. ഓക്കെ, അതെൻ്റെ സെർവറിന് മാത്രമേ ഇങ്ങനെ പ്രത്യേകത. ഓക്കെ, നിങ്ങൾ കയറുമ്പോൾ തന്നെ സെർവർ ഓണാകും ഗീസ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഓണാക്കി നിങ്ങൾക്ക് കളിക്കാൻ പറ്റും ഗീസ്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ പറ്റും. പബ്ലിക് SMB ആണ് ഗീസ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് ഗീസ്. ഓക്കെ, ഇത്ര സ്റ്റോൺ ടൂൾസൊക്കെ ആക്കിയുള്ളൂ കേട്ടോ. അത്രത്തൊന്നും ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടില്ല. അയ്യോ അതെടുത്ത് ഞാൻ കളഞ്ഞു. ഞാൻ PC പ്ലെയറാണ് ഗീസ്. ഞാൻ ജാവ പ്ലെയർ അല്ല ഗീസ്. ഞാൻ PC പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ ഇതത്ര ഇതില്ല ഗീസ്. ഇതത്ര കൺട്രോൾസ് ഒന്നും ഇല്ല ഗീസ് മൊബൈലിനകത്ത്. പിങ് ഉണ്ടല്ലോ, സെർവർ പിങ് അല്ല ഗീസ്, എൻ്റെ പിങ്. കാരണം എനിക്ക് നെറ്റ് സ്ലോ ആണ്. എൻ്റെ പിങ്ങാണ് ഗീസ്, സെർവർ പിങ് ഇല്ല. ഓക്കെ ഗൈസ്, ഞാൻ ആദ്യം ഒന്ന് റെക്കോർഡ് ചെയ്തതാണ് ഗീസ്. അത് റെക്കോർഡിങ് ഒക്കെ കറക്റ്റാണ് ഗീസ്. പക്ഷേ അതിനകത്ത് വോയിസ് കിട്ടിയില്ല. വോയിസ് ഞാൻ ഓണാക്കിയിട്ടില്ലായിരുന്നു. ആ ഒരു പ്രശ്നം എനിക്ക് പറ്റി. പിന്നെ ഇത് ആദ്യം തൊട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് ഗീസ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ കുതിരയൊക്കെ നിൽപ്പുണ്ട് ഗീസ്. പിന്നെ നമുക്ക് കുറച്ച് പശുക്കളെ വേണം. കുറച്ച് ഫുഡൊക്കെ സെറ്റാക്കണം ഗീസ്. ഫുഡൊക്കെ നമുക്ക് സെറ്റാക്കണം. പിന്നെ നമുക്ക് ബേസ് സെറ്റാക്കണം. അതൊക്കെ ഉണ്ട് ഗീസ്. അതൊക്കെ പരിപാടിയാണ് ഗീസ്. പിന്നെ എനിക്ക് കോള് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ ആ വുഡ് വെച്ചിട്ടാണ് പിന്നെ അതാക്കിയത്. കോള് കിട്ടിയില്ല. കോളൊക്കെ എടുക്കട്ടെ. കോള് നമുക്ക് ആവശ്യമുണ്ട് ഗീസ്. ഞാൻ പറഞ്ഞില്ലേ ഗീസ്, നിങ്ങൾ കഴിവതും നിങ്ങൾ സെർവർ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുക. കാരണം നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിളിക്കാം ഗീസ്. പബ്ലിക് SMB ആണ് ഗീസ്. അത് നിർബന്ധമില്ല. ബട്ട് ഹാക്കേഴ്സിനെ വിളിച്ച് കൂട്ടല്. കാരണം എൻ്റെ പല സെർവറും ഹാക്കേഴ്സ് വന്ന് കൂടി നശിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹാക്കേഴ്സിനെ കൊണ്ട് വരല്ലേ പ്ലീസ്. അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ, വിശ്വാസമുള്ള ഫ്രണ്ട്സിനെ
അവരെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റും ഗീസ്. ഓക്കെ, അങ്ങനത്തെ ഒരു SMB സെർവറാണ് ഗീസ്. പിന്നെ ഇത് അത്ര പ്ലഗിൻസും കാര്യങ്ങളൊന്നും ഇല്ല. പ്യുവർ വാനില SMB ആണ് ഗീസ്. യെസ്, വാനില SMB ആണ് ഗീസ്. പ്യുവർ വാനില SMB. അത്ര ഭയങ്കര മോഡ്സോ പ്ലഗിൻസോ ഒന്നുമില്ല ഗീസ്. TP ഒക്കെ ഉണ്ട് ഗീസ്. അവിടെ നമുക്ക് പ്ലേസിനോട് TP ഒക്കെ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് TP ഒക്കെ ചെയ്ത് പോകാനൊക്കെ പറ്റും ഗീസ്. ആ TP ഒക്കെ ഉണ്ട്. ബട്ട് നോ മോർ പ്ലഗിൻസ് ഗീസ്. യെസ്, ഇതൊന്ന് പിങ്ങുണ്ട് ഗീസ്. എനിക്ക് നല്ല പിങ്ങുണ്ട്. ഞാൻ കുറച്ച് നൈറ്റായി ഗീസ് ഞാൻ കിടന്നുറങ്ങാം. കാരണം കഴിഞ്ഞ നൈറ്റ് ഞാൻ കുറേ അനുഭവിച്ചതാണ്. ഉറങ്ങാൻ പറ്റത്തില്ല. കഴിഞ്ഞ നൈറ്റ് ഞാൻ കുറേ അനുഭവിച്ചതാണ് ഗീസ്. കാരണം ഞാൻ അഡ്വാൻസ്മെൻറ്റ് കണ്ടപ്പോഴേക്കും മനസ്സിലാക്കാണ് ഞാൻ എത്ര കൊണ്ട് ചത്തിട്ടുണ്ടെന്ന്. അതൊക്കെ കഴിഞ്ഞ റെക്കോർഡിങ്ങിലായിരുന്നു ഗീസ് ചത്തത്. കഴിഞ്ഞ റെക്കോർഡിങ് ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് എൻ്റെ വോയിസ് റെക്കോർഡായില്ല. അതുകൊണ്ട് എനിക്ക് ഇത് എടുക്കാൻ പറ്റി ഗീസ് കഴിഞ്ഞ. ഓക്കെ ഗീസ്, പിന്നെ അവിടെ ഇതാണ് ഈ സെർവറിൻ്റെ സ്പോൺ ഗീസ്. കണ്ടോ, നിങ്ങൾ /സ്പോൺ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്പോണിൽ എത്തും ഗീസ്. ആ ഒരു മോഡ് ഞാൻ ആടാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതാണ് സ്പോൺ. കണ്ടോ, അയ്യോ വില്ലേജസ്. നമുക്കതിന് മൊബൈൽ സ്പോൺ കളിച്ചിട്ടുണ്ട് ഗീസ്. ചാട ചാട ചാട. ഇനി ഇവനെ കൊല്ലട്ടെ. ചാട ചാട ചാട. ചത്ത്. പിന്നെ അല്ലാതെ ചാട ചാട നീ ചാട. പിങ്ങുണ്ട് ഗീസ്, നല്ല പിങ്ങുണ്ട് കേട്ടോ. പിങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിങ്ങ് വേറെ നിങ്ങൾ വേണമെങ്കിൽ കണ്ടില്ല. കാരണം എൻ്റെ സെർവറിൻ്റെ അല്ല, എൻ്റെ പിങ്ങാണ് ഗീസ്. കാരണം എനിക്ക് നെറ്റ് സ്ലോ ആണ്. ചാട 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 കൊള്ളവാഴ ചാവ് 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 ചാവ്. ആ ചത്ത്. കാരണം എനിക്ക് ഫുഡില്ല ഗീസ്. ഫുഡ് വേണം ഗീസ്. ചാട നീയും ചാട 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 ചാട. അയ്യോ എന്നോട് ടെലിപ്പോർട്ട്. ഇവരെന്താ ഇൻ്റർമാനോ? ടെലിപ്പോർട്ടായി പോയി. ഓക്കെ, അങ്ങനെ കുറേ പശുക്കളിൽ പോകണുണ്ട്. ഈ കുറേ പശുക്കളെല്ലാം ഞാൻ വെട്ടിയെടുക്കും. പിന്നെ അല്ലാതെ എനിക്ക് ഫുഡ് വേണം. ഫുഡ് തള ഫുഡ് കാണാം. തള കള്ളവാഴ ഫുഡ് താ. അയ്യോ ഇവനെ വെട്ടാൻ പറ്റുന്നില്ല ഗീസ്. ഇവൻ ടെലിപ്പോർട്ടായി പോകുന്നു ഗീസ്. പിങ്ങ്. അയ്യോ പിങ്ങേ അയ്യോ ഫുഡ് താ. അത്ര മതി, ഞാൻ പോണു. ലെറ്റ്സ് ഗോ. പന്നി കൊല്ലണം. നമുക്കൊരു വില്ലേജാണ് കൊടുക്കണം ഗീസ്. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം. ഇപ്പം നമുക്ക് തൽക്കാലം ഒരു പെട്ടിക്കൂടി ഇവിടെ പണിഞ്ഞ് വെച്ചിട്ടെ നമുക്ക് വീഡിയോ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴായിട്ട് ഒരു പെട്ടിക്കൂടെ അങ്ങ് പണിഞ്ഞ് വെക്കാം ഗീസ്. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല, അവിടെ ഇത് ഫർണിച്ചർ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, തെറ്റിപ്പോയി. ദെൻ നമുക്കൊരു ജസ്റ്റ് കാരണം ഇത് ക്ലെയിം ആക്കാനേ, അല്ലെങ്കിൽ ഏതെങ്കിലും വന്നിട്ട് എടുത്തോണ്ട് ക്ലെയിം ചെയ്യണം. ജസ്റ്റ് വെച്ചാൽ ക്ലെയിം ആയിക്കോളും. അയ്യോ ആ ജസ്റ്റ് എടുത്ത് പൈസ കേസ്. പിന്നെ കാര്യമുണ്ട് കേസ്, നിങ്ങൾക്ക് ഈ സെർവറിൽ PvP ഒക്കെ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തല്ലിക്കൊല്ലാൻ പറ്റും. ഓക്കെ, എൻ്റെ ഓപ്പൺ അല്ല ഗീസ്. ഓക്കെ, എൻ്റെ ഓപ്പൺ അല്ല, നെതർ ഓപ്പൺ ആണ് ഗീസ്. ബട്ട് ഈ സെർവർ എൻ്റെ ഓപ്പൺ അല്ല. എൻ്റെ ഓപ്പൺ ആകുന്നത് ഏകദേശം ഇന്ന് ജനുവരി 1 അല്ലേ? ജനുവരി 1 ഗീസ്. ഇന്ന് ജനുവരി 1 അല്ലേ? ജനുവരി 7th ഓണാകും ഗീസ്. 7th ഓണാകും ഗീസ്. നമ്മുടെ ഇത് എൻ്റെ ഓപ്പൺ 7th ഓപ്പൺ ആണ് ഗീസ്. അപ്പോൾ എൻ്റെ ഫൈറ്റിങ് നിങ്ങളൊക്കെ ഉണ്ട്. സൗണ്ട് നിങ്ങൾ സെർവർ കയറി എൻ്റെ ഫൈറ്റിനുള്ള പ്രിപ്പയർ ഒക്കെ ആണ് ഗീസ്. എൻ്റെ ഡ്രാഗൻ്റെ മുട്ട എടുക്കുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. അത് സസ്പെൻസാണ്. അത് ഞാനിപ്പോഴേ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അത് മുട്ട കിട്ടുന്ന ആരാണോ മഹാൻ നമുക്ക് നോക്കാം. ഓക്കെ, ചിലപ്പോൾ ഞാനായിരിക്കും. അത് പറയുന്നില്ല, ഉറപ്പില്ല.
ഉറപ്പിച്ച് ഞാൻ പറയുന്നില്ല, എന്നെക്കാളും പ്രോ പ്ലെയറൊക്കെ ഉണ്ടല്ലോ, കയറി വരുമില്ല കിസ്സൊക്കെ. അവരോട് കുറേ പന്നിക്കൂട്ടങ്ങളൊക്കെ നിൽക്കുന്നു. ഇവന്മാരെയൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്ത് സോളിനെടുത്ത പാറില്ലാണല്ലോ ആക്സ്. വാഴ ചാത്തില്ല ഗീസ്, നല്ല പാടായി വാഴ വെട്ടാൻ. അതിൻ്റെ ഓട്ടത്തിൽ പിരിഞ്ഞു, പിന്നെ ലാഗ് ഉഷാറായി. ചാത്തില്ല ഗീസ്, കണ്ടോ പിങ്ങാണ് ഗീസ്, പിങ് എനിക്ക് നല്ല പിങ്ങുണ്ട്. കാരണം ഈ വൈഫൈയുടെ പിങ്ങാണ് ഗീസ്, വൈഫൈയുടെ ഈ ഒരു പിങ്ങാണ് ഗീസ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ ഞാൻ കുറച്ച് ഇതൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് ഗീസ്, കുറച്ച് ഫുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയി ബേസ് പണിയാം. ബേസ് പണിയിട്ട് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കൈൻഡപ്പ് ചെയ്യാം. അടുത്ത SMB വേണമെങ്കിൽ, അടുത്ത SMB വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അയ്യോ 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 അയ്യോ, എല്ലാവരും ജോയിൻ ചെയ്യും കേട്ടോ, സെർവർ ജോയിൻ ചെയ്യും, എന്നിട്ട് കളിച്ച് എൻജോയ് ചെയ്യും. ഓക്കെ നിങ്ങൾക്ക് ടീമൊക്കെ ആയി നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റും. ഓക്കെ വലിയ നമുക്ക് മുഡ് വിട്ടിരുന്നത്, കാരണം നമ്മളൊരു ആർക്കിടെക്ചർ വീടൊക്കെയാണ് ഗീസ് പണിയുന്നത്. ആര് കണ്ടാലും കൊതിക്കുന്നൊരു വീടാണ് ഗീസ് പണിയുന്നത്. അതിങ്ങനെ ഫൈനൽ ലുക്ക് കാണുമ്പം അറിഞ്ഞു. ഓക്കെ ലെറ്റ്സ് ഗോ. എവിടെയായിരുന്നു എൻ്റെ ചെസ്റ്റും ഒക്കെ ഇരുന്ന്? ഇവിടെ ഏത് സ്ഥലമായിരുന്നത്? വിച്ച് സ്ഥലം? ഇവിടെ അല്ലായിരുന്നു, ഇവിടെ ഇരുന്നു ഗീസ്. ഞാൻ മറന്നുപോയി. എടാ ഞാനത് എവിടെ ആയിരുന്നടാ വെച്ച് മറന്നുപോയി. അതുകൊണ്ട് തോണ്ടിരിക്കുന്നു ഗീസ് പറയുന്നത്. മൊബൈലിൽ കുറച്ച് ലാഗ് വേണം ഗീസ്, കാരണം പണ്ട് ഏരിയയിൽ എൻ്റെ ലോയിൻ്റെ മൊബൈലാണ് ഗീസ്, അതുകൊണ്ട് കുറച്ച് ലാഗ് കാണും. PC എനിക്കെല്ലാം ലാഗില്ല ഗീസ്. എനിക്ക് 100 FPS കിട്ടും, അതുകൊണ്ട് PC എനിക്ക് ലാഗില്ല. എനിക്ക് ഇതുണ്ടോ, ഇതിരിക്കുന്നുണ്ടോ, ഒരു ഗോൾഡൻ ബ്ലോക്ക്, ഇതാണ് നമ്മുടെ ക്ലെയിം. ഇപ്പം ഇവിടെ നമുക്കപ്പം ഇവിടെ നമ്മുടെ വുഡൊക്കെ വെച്ച് തുടങ്ങാം. ഇവിടെ നിന്ന് നമുക്ക് വുഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലെയിം ഏരിയയിലായിരിക്കും ഇതിരിക്കുന്നത്. കുറച്ച് ടെറ്റിട്ട് പോകണം, കുറച്ച് ടെറ്റിട്ട് മണ്ടക്കോട്ട് വെക്കണം. ഓക്കെ കുറച്ച് ഡർട്ട് മൈൻഡ് ചെയ്യണം ഗീസ്. എൻ്റെ സ്റ്റോണോ സ്റ്റിക്കോ എല്ലാം ഉണ്ടോ? ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഒരു ഷവർ ഉണ്ടാക്കട്ടെ. ഓക്കെ ഷവൽ അതും സെറ്റ്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഡർട്ട് മൈൻഡ് ചെയ്തിട്ടെ എനിക്ക് അവിടെ കൊണ്ടുവരണം. കുറച്ച് ആ ഒരു ഏരിയ ഇതാക്കണം. ഒരു ചെറിയൊരു പെട്ടിക്കൂടാണ് ഈ ചെയ്യാൻ പണിയുന്നത്. വലിയ പെട്ടിക്കൂടൊന്നുമല്ല, ചെറിയൊരു പെട്ടിക്കൂട്. പിന്നെ നമ്മൾ വലിയ പീസൊക്കെ പണി ഗീസ്. നമുക്ക് ഇവിടെ ഒരു ഫുഡ് വെക്കണം അല്ലേ? ലാസ്റ്റായിട്ടൊരു ഫുഡ് ഇരിപ്പുണ്ട്, അതിവിടെ വെക്കണം. ഇതായിരിക്കും നമ്മുടെ ബീച്ചിൻ്റെ കോണർ ഗീസ്. ഓക്കെ മനസ്സിലായില്ലേ, കോണർ. അതിനകത്ത് 8 വുഡ് ഇരിപ്പുണ്ടല്ലോ, ഇതെല്ലാം ഞാൻ അടുത്ത് പ്ലാങ്ക്സ് ആകട്ടെ. പ്ലാങ്ക്സ് ഇവിടെ പ്ലേസ് ചെയ്യും. ചെറിയൊരു പെട്ടിക്കൂട് പണിഞ്ഞു വെക്കാം. നമുക്ക് വേണ്ടി മാത്രം ഒരു മണിമാളിക നമുക്ക് പണിഞ്ഞു വെക്കാം. പിന്നെ നമുക്ക് ടീമേറ്റിനൊക്കെ സെറ്റാക്കി അവന്മാരെ കൊണ്ട് പണിപ്പിക്കാം ബേസിനൊക്കെ. ശരിയില്ലേ? ഓസ എന്നെ കഴിഞ്ഞ് ഞാൻ എടുക്കുന്നുണ്ട്.
ശരിക്കും നമ്മുടെ ബേസിൻ്റെ ഡോറ് വരുമ്പോൾ ഭാഗം നമുക്ക് 4 ഇതങ്ങോട്ട് മണ്ടക്കോട്ട് പണി നമ്മുടെ കോണർ 4 ഇതായിട്ട് വേണം. ഇവിടെ നിന്ന് അടുത്ത് മരങ്ങളും ഇല്ലല്ലോ. അവിടെ ആയിട്ടൊരു മരമുണ്ട് കേട്ടോ. ഇത് ഞാനിങ്ങ് വെട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. കാരണം ഈ മരം എൻ്റേത്, ഈ മരം എൻ്റേത്. ഈ മരം കുറച്ച് വെട്ടിയിട്ട് ഞാൻ എന്തായാലും കുറച്ച് മരം വെട്ടട്ടെ ഗീസ്. മരം വെട്ടിയിട്ട് കാണാം. ഓക്കെ, കുറച്ച് മരം വെട്ടട്ടെ. എന്നാലും ഞാൻ മരം വെട്ടിയിട്ട് അറിയിക്കാം ഗീസ്. മരമൊക്കെ ദൂരെ ഗീസ്, അതൊക്കെ വെട്ടി വരുമ്പോൾ സമയം നിങ്ങളത് കണ്ട. മരം വെട്ടട്ടെ ഗീസ്. ഓക്കെ, ഞാനങ്ങനെ 30 വുഡ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഗീസ്. ഈ 30 വുഡും എനിക്ക് അവിടെ കൊണ്ട് വെക്കണം. കാരണം ഇതെല്ലാം ഈ വുഡെല്ലാം എൻ്റെ ബേസിലോട്ടുള്ളതാണ് ഗീസ്. ഈ കുതിര എനിക്ക് വേണം, ഈ കുതിര എനിക്ക് വേണം. പിന്നെ എടുക്കാം. എൻ്റെ ഇപ്പോൾ വീറ്റിങ് ഇതൊന്നും ഇല്ല. അയ്യോ, ലാഗുണ്ടോ? പിന്നെ അയ്യോ, ഇതെന്തോ പിന്നെ ഞാൻ ഫുഡ് കുക്ക് ചെയ്തിട്ട് പ്ലീസ്. പിന്നെ കുറച്ച് ഒന്നിന് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് എടുത്ത് പോയത്. കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പോയി. പിന്നെ ആയ ഫുഡെല്ലാം എടുത്ത് കഴിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇത് ഹങ്കറും ഫുള്ളായി. 1 2 3 4. ഓക്കെ, 4 1 2 3 4 4 ഹൈറ്റ് വേണം. 4 ബ്ലോക്ക് ഹൈറ്റ്. 4 ബ്ലോക്ക് ഹൈറ്റ്. 1 2 3 4. ഓക്കെ, അതും സെറ്റ്. 1 2 3 4 അതും സെറ്റ്. ഇനി എനിക്ക് ഇവിടെ ഈ ഒരു മുട്ടയിലേക്ക് പ്ലാന്റ്സ് ആക്കാം. ഓക്കെ, ഒരു സ്റ്റാക്ക് ആയിട്ടുണ്ട്. ഒരു സ്റ്റാക്കിന് മേളിൽ കിട്ടി. പിന്നെ അല്ലാതെ നമുക്കിത് ഈ മുട്ടൊക്കെ നമുക്ക് വെക്കണം. പ്ലേസ് ചെയ്യണം. ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് സ്റ്റോൺ സ്ലാബ് വെച്ചിട്ട് അതിൻ്റെ ബെറ്റർ. വീട് കണ്ട് നിങ്ങൾക്ക് ഒരു സങ്കടമൊന്നും തോന്നില്ലേ? എൻ്റെ ഇതിപ്പോൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരക്കാലത്തേക്ക് പണിഞ്ഞ് വെച്ചേക്കും ഗൈസ്. അന്നേരം ആർക്കിടെക്ചറിലായിട്ട് നമുക്കൊരു ബേസ് സെറ്റ് ചെയ്യാം. ഏത് മോഡ്? ബേസ് മോഡ് അല്ല. പിന്നെ ഇവിടെ ഉണ്ട് ഡോറും. പിന്നെ ഇവിടെ ഡോറില്ല, ഇവിടെ വിൻഡോ. എന്നിട്ട് ഇവിടെ നമുക്ക് കോബിൾ സ്റ്റോൺ ഇട്ട് സെറ്റ് ചെയ്യാം. അത് കൊള്ളാം. പിന്നെ പറഞ്ഞില്ലേ ഗൈസ്, നിങ്ങൾ കഴിയുന്ന പ്ലേയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ നോക്കുക ഗൈസ്. നമ്മുടെ SMB സെർവർ കിട്ടില്ല വർക്ക് ഗൈസ്. ഓക്കെ, SMB സെർവർ ഇത് നമ്മുടെ സാത്തൻ SMB നിങ്ങൾ കിടില്ല വെക്കണം. ഓക്കെ, അതൊക്കെ നിങ്ങൾ സെർവർ വരുമ്പം നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ കളിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ കളിച്ച് സെറ്റാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം. സെർവർ നൈപ്പ് ഞാൻ കൊടുത്താൽ പറഞ്ഞില്ലേ, ഞാൻ താഴെ കൊടുക്കാം. പിന്നെ എൻ്റെ ഡിസ്കോഡ് സെർവറല്ല, സെർവറിൻ്റെ ഡിസ്കോഡ് സെർവറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഒരു സ്റ്റോൺ കട്ടർ ഉണ്ടാക്കാം. സ്റ്റോൺ കട്ടർ ഉണ്ടാക്കാൻ ഇടുന്നുണ്ട്. ശരി, സ്റ്റോൺ കട്ടർ ഉണ്ടാക്കാൻ അയൺ വേണം. അല്ലെങ്കിൽ അയണില്ല. ഇപ്പോൾ അയൺ ചെയ്യുന്നത് എന്നെ കൊണ്ട് വയ്ക്കും. പിന്നെ സ്ലാബ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. മണ്ണിക്ക് വെച്ചിട്ട് കേസ് കാണാം. ഓക്കെ, എൻ്റെ കുറച്ച് കാത്തിരിപ്പിന് ശേഷം ഞാൻ എൻ്റെ ബേസ് പണിയിരിക്കുകയാണ് കേസ്. ഈ ബേസ് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യും. തലക്കാലത്തേക്ക് എനിക്ക് ഇതൊക്കെ പണിയാൻ പറ്റത്തുള്ളൂ കേസ്. പിന്നെ കിടിലൻ ബേസൊക്കെ പണിയും കേസ്. പിന്നെ നമുക്ക് ടീമേറ്റൊക്കെ സെറ്റ് ആകുമ്പോൾ കിടിലൻ ബേസിനൊക്കെ പണിയും കേസ്. തലക്കാലത്തേക്ക് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വന്നിട്ടാണ് കേസ്. ഞാൻ അകത്തുനിന്ന് ഞാൻ അപ്പുറത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കേസ്. ഇതൊക്കെ ഞാൻ അകത്ത് കയറി മൊത്തം കഥ വേണ്ട കേസ്.
കളിയാണ് ഗൈസ്, അതിലേക്ക് കയറി പോകും. വീണ്ടും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമ്മുടെ പുതിയ SMB സെർവറിലോട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഗൈസൊക്കെ. ഇപ്പം വെൽക്കം ടു സാത്തൻ SMB. ഓക്കെ, അപ്പോൾ എല്ലാവരും വെൽക്കം ടു സാത്തൻ SMB സീസൺ 2 ഗൈസ്. യെസ്, സീസൺ 2 സെർവറിൻ്റെ പേര് സാത്തൻ SMB ആണ് ഗൈസൊക്കെ. ഓരോ സീസൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഗൈസ്. അടുത്ത സീസൺ വരും ഗൈസൊക്കെ. അപ്പം സീസൺ 2 ആണ് ഗൈസ്. അതുകൊണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഗൈസൊക്കെ. IP ഒക്കെ ഞാൻ കമൻറ്റും ഡിസ്കഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ സാത്തൻ SMBയുടെ ഡിസ്കോഡ് ചാനലും കൂടെ ജോയിൻ ചെയ്യുക ഗൈസൊക്കെ. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ഗൈസ്. ഓക്കെ, അടുത്ത ദിവസം കിടിലൊരു വീഡിയോ ഇട്ട് ബൈ. ബൈ 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 ബൈ.